ലീഡർഷിപ്പ് റോളുകൾ, അതുപോലെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് അങ്ങനെയൊക്കെ വരാനാണ് സാധ്യത. മകം എന്നത് കേതുവിൻ്റെ നക്ഷത്രമാണ്. കേതു കൂടി എനർജറ്റിക് ആണ്, വളരെയധികം ഫിയേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇവരുടെ ഈ ഒരു ചിങ്ങം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഈഗോ എന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്നൊരു ഭാവമുണ്ട്. അത് തന്നെയാണ് ഈ ലഗ്നത്തിൻ്റെ വെല്ലുവിളി. അതിനാണ് വന്നിരിക്കുന്നത്. തുലാം ലഗ്നക്കാരനെ എങ്ങനെ ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നിനക്കിവിടെ ശത്രുക്കളില്ല, ഈ ജന്മത്തിൽ നിനക്ക് ശത്രുക്കളില്ല, ഈ ജന്മത്തിൽ നിനക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല. നീ ബാലൻസ് ചെയ്യണം. നീ നിൻ്റെ കാമക്രോധ മതമോഹ ലോഭ മാത്സര്യാദികളെ ബാലൻസ് ചെയ്യാൻ പഠിച്ചിട്ട് മറ്റുള്ളവരോട് ശത്രുതയില്ലാതെ നീ ജീവിക്കാൻ പഠിക്കണമെന്നൊരു വെല്ലുവിളി കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 6ാം ഭാവം വ്യാഴത്തിൻ്റെതായിട്ട് വന്നിരിക്കുന്നത്, 3ാം ഭാവം വ്യാഴത്തിൻ്റെതായിട്ട് വന്നിരിക്കുന്നത്. ചിങ്ങം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഫിയേഴ്സാണ്. ഇവരുടെ 5ാം ഭാവവും അഗ്നിതത്വരാശിയാണ്. ഇവരുടെ അഷ്ടമഭാവമാണ് മോക്ഷരാശിയായിട്ടുള്ള മീനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജീവിതത്തിൽ ഇവർക്ക് ആ ഒരു റിയലൈസേഷൻ ഇല്ലെങ്കിൽ, ചില ആൾക്കാർക്ക് ഒന്നും പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാവില്ല. അപ്പോൾ ആ റിയലൈസേഷൻ ഇല്ലെങ്കിൽ, ചിങ്ങം ലഗ്നക്കാരൻ ലഗ്നം ഉദിച്ചത് മകത്തിലാണെന്ന് വിചാരിക്കുക, അപ്പോൾ അവർക്ക് ഈ കേതുവിൻ്റെ സ്വഭാവം എന്താണ്, വിട്ടുകൊടുക്കുക എന്നാണ്. അപ്പോൾ ശരിക്കും ചിങ്ങം ലഗ്നത്തിൽ ജനിച്ചിട്ട് അത് ദാനധർമ്മങ്ങൾക്കായിട്ട്, സ്വന്തം പവർ പൊസിഷൻ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട്, അതുകൊണ്ട് തന്നെ പൊളിറ്റീഷ്യൻ ആകാനും ലീഡർഷിപ്പ് റോളുകളിലും, കാരണം അവർക്ക് ആർക്ക്, അതായത് പാത്രം അറിഞ്ഞു കൊടുക്കുക എന്ന് പറയാറില്ലേ, അതുപോലെ ഏത് വ്യക്തി എന്തിന് അർഹനാണ് എന്നതിനനുസരിച്ചിട്ട് സഹായം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഒരു തരത്തിൽ മാത്രമാണ്. പക്ഷേ ഇവരുടെ ഈഗോ എന്നത് ഇവരെ ഈ ഒരു സംസാര സാഗരം ക്രോസ് ചെയ്യാൻ അങ്ങനെ എത്ര പെട്ടെന്ന് അനുവദിക്കില്ല. ഈ ഈഗോ ഒന്ന് സറണ്ടർ ചെയ്യാനുള്ള ഒരു എല്ലാ വെല്ലുവിളികളും ഇവരുടെ ജീവിതത്തിൽ വരുന്നതാണ്. എങ്ങനെയാണ്? 6ാം ഭാവാധിപൻ ആരാണ്? ശനിയാണ്. 7ാം ഭാവാധിപൻ ആരാണ്? ശനിയാണ്. അപ്പോൾ ശനി എന്നത് പവർഫുള്ളാണ്. സൂര്യനുമായിട്ട് അത്ര വലിയ മിത്രതയൊന്നുമില്ല. മകനാണെങ്കിൽ പോലും ശനിയും സൂര്യനും വെല്ലുവിളി തരും. അപ്പോൾ മകത്തിലൊക്കെ വരുമ്പോൾ 1ാമത് ജീവിത പങ്കാളിയുടെ ഭാവം വന്നത് ശനിയുടെ രാശിയാണ്. 6ാം ഭാവം രോഗം, ശത്രു, കടം, ഡെയിലി റുട്ടീൻ എന്ന ഭാവം വന്നിരിക്കുന്നതും മകരമാണ്. ഇവർക്ക് ആ ഒരു ജോലി എന്നുള്ള ഒരു വർക്കഹോളിക് നേച്ചർ വരാനുള്ള സാധ്യത കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതേസമയം ഇവരുടെ ഈ ഒരു ഈഗോ എന്നത് ഇടയ്ക്കിടെ ഇവരെ പിടിച്ച് താഴിടാൻ നോക്കും. ഇവർക്ക് അതിന് തക്ക ആൾക്കാരെ കിട്ടും. ഇവരുടെ ജീവിതത്തിൽ കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ വരും ഇവരുടെ മുന്നിൽ. അതായത് നിനക്ക് ഇത്ര ഈഗോ ഉണ്ടെങ്കിൽ നിന്നെക്കാളും ഈഗോ എനിക്കുണ്ട്, എന്നോടൊന്ന് ഏറ്റുമുട്ടി നോക്കൂ എന്ന് പറയുന്ന തരത്തിലുള്ള ആളുകൾ വരും. ഇത് ഇവരുടെ ബോസായിരിക്കാം, ജീവിത പങ്കാളിയാകാനുള്ള സാധ്യത. ജീവിത പങ്കാളി എന്നത് ഇവരെ ഒന്ന് ഈഗോ കുറയ്ക്കാൻ, കാരണം ശനിയാണ്, സ്നേഹിച്ചിട്ടോ അല്ലെങ്കിൽ ജീവിത പങ്കാളി ഉയർന്ന പൊസിഷനിൽ വന്നിട്ടോ, എങ്ങനെയായാലും ജാതകത്തിലെ മറ്റു ഗ്രഹങ്ങൾ എങ്ങനെ ഇരിക്കുന്നത്, ജീവിത പങ്കാളി ഒരു നിമിത്തമായിട്ട് മാറും. ഇവരുടെ ജോലി സ്ഥലത്തുള്ള കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് സബോർഡിനേറ്റ്സും ഒരു കാരണക്കാരായി